ഹാപ്പി ഈവനിങ് ടു ഓൾ. എല്ലാവരും എങ്ങനെയാണ്? സുഖം തന്നെയല്ലേ? എന്നാ ഉണ്ട് വിശേഷം? എന്തുവാ ചെയ്യുന്നത് എല്ലാവരും? അതെ, ഇന്നൊരു യാത്ര പോകാൻ ആഗ്രഹിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ഒരു ചായ സ്പോട്ടിലേക്കാണ് പോകുന്നത്. നിങ്ങളെല്ലാവരും പണ്ട് കണ്ട അതേ ചായ സ്പോട്ടാണ് കേട്ടോ. ഞങ്ങളുടെ സ്വന്തം പുലിയന്നൂർ ചായ സ്പോട്ട്. പാടത്തിൻ്റെ അരികത്തുള്ള ആ ചായ സ്പോട്ടിലേക്ക് പോകാൻ എനിക്ക് എന്നാ ഇഷ്ടമെന്നറിയോ? ഇത് നിങ്ങൾ മുന്നേ കണ്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കൊയ്ത്തിന് മുന്നേ ഉള്ള വീഡിയോ. ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞു. സോ അവിടെ കാലിയായിട്ടാണ് ഇരിക്കുന്നത്. ചില സ്ഥലത്ത് മാത്രം പയർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് പോകാനുള്ള പ്രത്യേകിച്ചുള്ള കാരണം എന്താണെന്നല്ലേ നിങ്ങളൊക്കെ ആലോചിക്കുന്നത്? എന്താടോ, ഒരു റൊട്ടീനൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യണ്ടേ? ഏത് നേരം വീട്ടിൽ മാത്രം ഇരുന്നാൽ മതിയോ? ഒരു ചായ കുടിക്കാനെങ്കിലും ഒന്ന് പുറത്തിറങ്ങണ്ടായോ? അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ നല്ലൊരു സീനറി പോലെ, എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റിൻ്റെ പെയിൻറ്റിങ് പോലെയായിരുന്നു നമ്മുടെ ക്ലൗഡ് സിസ്റ്റമൊക്കെ കണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നിങ്ങൾക്കൊക്കെ കാണിക്കണ്ടേ? സി, എത്ര നേരം വേണമെങ്കിലും ഇങ്ങനത്തെ ഒരു പെയിൻറ്റിങ് നോക്കി നിൽക്കാനോ അല്ലെങ്കിൽ നേച്ചർ ആസ്വദിക്കാനോ എനിക്കിഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ സ്പോട്ടിനെ കുറിച്ച് പറഞ്ഞാലോ, ഇത് നമ്മുടെ പുലിയന്നൂരാണ്. നമ്മുടെ സ്വന്തം പുലിയന്നൂർ. നമ്മുടെ കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരിക്ക് പോകുന്ന വഴിക്ക് പാഴിയോട്ട് മുറിയിൽ വലത്തേ സൈഡിലേക്കുള്ള വഴിയിലേക്ക് വരുമ്പോഴാണ് പുലിയന്നൂർ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ചായ സ്പോട്ടിനെ കുറിച്ച് പറയണമെങ്കിൽ ചായ മാത്രമല്ല, ബൂസ്റ്റ്, ഹോർലിക്സ് കോഫി, പിന്നെ അതുപോലെ തന്നെ ചില കടിവകകളും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ജ്യൂസ് ഐറ്റംസ് ഓൾസോ ഇവിടെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ മേടിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ചായയുടെ ആളായതുകൊണ്ട് ചായ മാത്രമാണ് ഞാൻ വാങ്ങിക്കാറ്. പിന്നെ ഏതെങ്കിലും കടികളും. ஓகே, அப்புறம் என் தமிழ் நண்பர்களே, நீங்கள் எல்லோரும் என்ன பண்ணுறீங்க, எப்படி இருக்கீங்கன்னு சொல்லுங்கள். சும்மா தாங்க டீ குடிக்கலான்னு வெளில வந்தோம். சீனரி மாதிரி அழகாக இருந்தது இடம் பார்க்குறதுக்கு. சரி, உங்கள்கிட்டையும் இதை பற்றி காட்டுவோம் அப்படிங்கிறதுக்காக தான். இந்த இடம் பார்த்திங்கன்னா எங்கள் ஏரியாவில் இருக்கிற புதியனூர்னு சொல்லப்படுற இடம். அழகாக இருந்தது. மழை டைமில் இங்கெல்லாம் ஃபுல்லாக தண்ணி நிற்கும். அவ்வளோ அழகாக இருக்கும் அதை பார்க்குறதுக்கு. தண்ணியை கடந்து போகிறதெல்லாம் ஆற்றை கடந்து போகிற மாதிரி ஒரு அற்புதமான ஏரியாவாக இருக்கும் இது. ஸோ இங்கே வயல்வெளி இருந்தது. வயல் வேலையெல்லாம் முடித்ததுக்கப்புறம் கதிரெல்லாம் அறுத்ததுக்கப்புறமா இப்போ காலியாக விட்டுருக்காங்க. ஒரு சைடில் மட்டும் பயிரை நட்டு வச்சுருக்காங்க. ஸோ அதெல்லாம் உங்கள்கிட்ட காட்டலாமே அப்படின்ட்டு தான். அப்புறம் நீங்கள் எல்லோரும் டீ குடிக்க வெளியிலலாம் போகிறது உண்டா? உங்களுடைய ரொட்டீன் எல்லாம் பிரேக் பண்ணுறது உண்டா அப்படிங்கிறத கண்டிப்பாக சொல்லுங்கள், தெரிஞ்சுக்கிறேன். ஏன்னா நான் என்னுடைய ரொட்டீனை பிரேக் பண்ணிட்டு தான் இன்றைக்கி வெளியில் வந்திருக்கேன். சரி, அப்படியே வந்தாச்சு. கடைக்கெல்லாம் போய் நமக்கு தேவையான திங்ஸையும் வாங்கிட்டு போயிடலாம் அப்படிங்கிறது தான். அந்த ரோட்லேயே கொஞ்சம் நடந்து அந்த சைடு இந்த சைடெல்லாம் சுற்றி பார்த்து வீடியோஸ் எடுத்து அதுக்கப்புறமா போய் டீ குடிச்சிட்டு சமோசா சாப்பிட்டுட்டு அங்கேருந்து கிளம்பிட்டோம். இந்த வீடியோ இதுக்கு முன்னாடி எடுத்த வீடியோ. ஆக்சுவலி இந்த டீ கப் ஹோல்டர் உங்கள்கிட்ட காட்டணுங்கிறதுக்காகவே இந்த வீடியோ நான் இதோட அட்டாச் பண்ணியிருக்கிறேன். இதோட லாங் வீடியோ முடிச்சுக்கிறேன். இன்னொரு வீடியோவில் பார்ப்போம். பாய்.